ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വീണ്ടും ഒരു ഔട്ടിംഗ് വ്ലോഗുമായിട്ടാണ് വന്നിട്ടുള്ളത്. എന്നത്തെയും പോലെ ഈ വ്ലോഗും പ്ലാൻഡ് ആയിരുന്നില്ല. നാഷണൽ സ്പോർട്സ് ഡേ ആയതുകൊണ്ട് അനുവേട്ടന് ലീവായിരുന്നു. അപ്പോൾ ഞങ്ങൾ ആഫ്റ്റർനൂൺ ലഞ്ചൊക്കെ കഴിച്ചെന്ന് പുറത്തേക്ക് ഇറങ്ങിയതായിരുന്നു. ഞങ്ങൾ മാത്രമായിരുന്നില്ല ഇത് പ്ലാൻ ചെയ്തത്, ഞങ്ങൾ 2 ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. പക്ഷേ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്കൊന്ന് മീറ്റ് ചെയ്യാൻ പോലും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ആദ്യം ഞങ്ങൾ പ്ലാൻ ചെയ്തത് ഡൗൺ ടൗണിലേക്ക് പോകാനായിരുന്നു. പക്ഷെ നല്ല ട്രാഫിക് ആയതുകൊണ്ട് അവിടെ ഒന്ന് എൻ്റർ ചെയ്യാൻ പോലും ഞങ്ങൾക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ പ്ലാൻ 2 നോക്കി, കോർണിഷിലേക്ക് പോവാണ്. ഇവിടെ നല്ല വ്യൂ ആട്ടോ ഇറങ്ങുന്നേ. ഏതോ ഗാനം തെളിയും പോലെ ബ്ലോക്കായി ഇത്ര നേരമായിട്ട് ഫോക്കസ് ആയിട്ടില്ലാന്ന് തോന്നുന്നു വീഡിയോ. അയ്യോ, കോർണിഷിൽ ഇറങ്ങി കുടുങ്ങിയല്ലോ. അനുവേട്ടൻ പറഞ്ഞതുപോലെ ഞങ്ങൾ ഇവിടെയും കുടുങ്ങി. കാരണം ഇവിടെയും നല്ല ട്രാഫിക് ആയിരുന്നു, നല്ല തിരക്കായിരുന്നു. ഞങ്ങൾക്കൊരു പാർക്കിംഗ് ഏരിയ പോലും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇത്തവണത്തെ ദേശീയ കായിക ദിനാഘോഷം നടന്നുകൊണ്ടിരിക്കുന്നത്. സർക്കാർ സ്ഥാപനങ്ങൾ, വിവിധ മന്ത്രാലയങ്ങൾ, കോർപ്പറേറ്റുകൾ, സ്വകാര്യ കമ്പനികൾ, ഖത്തർ ഒളിമ്പിക് കമ്മിറ്റി, കമ്മ്യൂണിറ്റി സംഘടനകൾ തുടങ്ങി ചെറുതും വലുതുമായ വിശാലമായ കായിക ദിനാഘോഷ പരിപാടികളാണ് രാജ്യത്ത് നടക്കുന്നത്. കമ്മിറ്റി ഫോർ ഡെലിവറി ആൻഡ് ലെഗസി ലിപ്സ്റ്റിക് ഇടുകയാണ് ഗൈസ്. എൻ്റെ കയ്യിലുള്ള ഷെയ്ഡ് മാച്ച് ഫോർ ഹോപ്പിന്റെ മെബലിൻ ന്യൂയോർക്ക് കുപ്പി. എന്ത് കോപ്പിയോ? കുപ്പി. ലിപ്പി. ഫണ്ട് ലബനാൻ, ഫലസ്തീൻ, നൈജീരിയ, പാകിസ്ഥാൻ, സിറിയ എന്നിവയുൾപ്പെടെ നിരവധി രാജ്യങ്ങളിലെ വിദ്യാഭ്യാസ പദ്ധതി എന്റെ പല്ലിനിടയിലെ ഗ്യാപ്പ് കഥ കാണും. ഒരു പാർക്കിംഗ് സ്പേസിന് വേണ്ടി ഞങ്ങളവിടെ കുറേ നേരം വെയിറ്റ് ചെയ്തെങ്കിലും ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. സ്പോർട്സ് ഡേ ഉണ്ടെന്ന് മുടി വെട്ടാന്ന് വെച്ചാൽ നല്ല ഐശ്വര്യമായിരിക്കും. എല്ലാവരും ബ്ലോക്ക് ആയിരുന്നു. നമ്മൾ തിരിച്ചു പോവുകയാണ് ഗേസ്. കോർണിഷ് അല്ല, വെസ്റ്റ് ബേ. എന്താ ബിസിനസ് അങ്ങനെ എന്തോ ഉണ്ട്, ബിസിനസ് ബേയോ ബിസിനസ് സെന്ററോ. ഇതാണ് ടൊർണാഡോ ടവർ. ടൊർണാഡോ ടവർ കിട്ടില്ല. ഒരു പാർക്കിംഗ് പോലും കിട്ടില്ല. കോർണിഷ് ഇറങ്ങാൻ പറ്റിയില്ല, മുഷരിഫ് ഇറങ്ങാൻ പറ്റിയില്ല. നമ്മൾ മുടി വെട്ടാനാണ് അടുത്ത പോകുന്നത്. എന്റെ മുടി വെട്ടാൻ. എനിക്ക് മുടി വെട്ടലില്ല, ഞാൻ വെട്ടും. ഫ്രണ്ട്സിൻ്റെ കൂടെയാണ് ഇന്നത്തെ ഔട്ടിങ് പ്ലാൻ ചെയ്തതെങ്കിലും പ്ലാൻ ചെയ്തതല്ല, എന്നാലും അവരൊന്ന് കാണാൻ പോലും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞങ്ങളിപ്പോൾ പോകുന്നത് മെട്രോയിൽ കയറാൻ വേണ്ടിയിട്ടാണ്. ഞാനിവിടെ വന്നിട്ട് കുറച്ചായെങ്കിലും ഇതുവരെ ഇവിടുത്തെ മെട്രോയിൽ കയറിയിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ ഒരു ദിവസത്തേക്കുള്ള കാർഡാണ് എടുത്തിട്ടുള്ളത്. ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഞങ്ങളും മെസിലയിൽ നിന്ന് മോൾ ഓഫ് ഖത്തറിലേക്കാണ് പോകുന്നത്. ഇതിവിടുത്തെ വാഷ്റൂമാണ്. എന്ത് നീറ്റല്ലേ.
അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ മെട്രോയിൽ കയറാൻ വേണ്ടിയിട്ട് പോവാണ്. നാട്ടിലത്തെ മെട്രോ സ്റ്റേഷനും ഇവിടുത്തെയും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് ഇവിടെ കുറച്ചുകൂടെ സെക്യൂർ ആണ്. ഇത് കണ്ടോ, ഇവിടെയാണ് മെട്രോ വരിക. എന്താ അങ്ങനെ ഞങ്ങൾ മെട്രോയിൽ കയറി. പക്ഷെ നമുക്ക് നാട്ടിലെ പോലെയല്ല, ഇവിടെ ഓരോ ക്യാബിനായിട്ടാണ്. മുന്നിലേക്കുള്ള കാഴ്ചകളൊന്നും കാണാൻ പറ്റില്ല. ഇല്ല ആവൂല. ഇതെന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അനുവേട്ടൻ്റെ കാർഡ് മെട്രോയിൽ വെച്ചിട്ട് മിസ്സായിപ്പോയി. അപ്പോൾ അനുവേട്ടൻ എൻ്റെ കാർഡ് ഉപയോഗിച്ച് അവിടെ നിന്ന് എൻ്റർ ചെയ്തിട്ട് അവിടെ സ്റ്റാഫിനോട് റിപ്പോർട്ട് ചെയ്തതാണ്. അവർ മെട്രോയിൽ പോയിട്ട് അത് കളക്ട് ചെയ്ത് കൊണ്ടു തന്നു. എൻ്റെ കാർഡ് എടുത്ത് നിങ്ങൾ രക്ഷപ്പെട്ട്. നിങ്ങളിത് കേൾക്കണം ഗൈസ്. എൻ്റെ കാർഡ് എടുത്ത് അനുവേട്ടൻ കടന്ന് എന്നാടെ വെച്ച് പല്ലേ ഓരോ സ്വഭാവം മനസ്സിലാവുക. അപ്പം നമ്മൾ മോൾ ഓഫ് ഖത്തറിൽ എത്തിയിരിക്കുകയാണ്. ഇവിടുന്ന് ഞങ്ങൾക്ക് ഒന്നും വാങ്ങാനില്ല. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ അനുവേട്ടൻ പറഞ്ഞ് ജോർദാനോയിൽ ഓഫർ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ പോയിട്ട് കുറച്ച് ടീഷർട്ട് ഓഫീസിലേക്ക് പോകാൻ വേണ്ടിയിട്ട് വാങ്ങിക്കാമെന്ന്. അങ്ങോട്ടേക്ക് പോയെങ്കിലും ഓഫറൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങളൊന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. കണ്ടാ മതി. ഇനി ഇതിന്റെ ബാക്കി ഭാഗം വീട്ടിന്നോ വണ്ടിന്നോ കാണണം. കണ്ടാ മതി. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു പോവുകയാണ്. ഇതാണ് മെട്രോൻ്റെ ഉള്ളിലത്തെ വ്യൂ. ഇതൊക്കെ ക്ലോസ് ചെയ്യും കേട്ടോ. അപ്പോൾ നമുക്ക് മുന്നോട്ടേക്കുള്ള കാഴ്ചകളൊന്നും കാണാൻ പറ്റില്ല. പിന്നെ സൈഡിലെല്ലാം ക്ലോസ്ഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് സൈഡ് വ്യൂസും കിട്ടില്ല. എന്തെങ്കിലും നടക്കോ? അല്ലെങ്കിൽ എൻ്റെ തരൂല കേട്ടോ, സൂക്ഷിച്ചു നോക്കണം. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ച് മെസിലയിലെത്തി. അത് ശരിയാണല്ലോ. ഇവിടെ ഒരു ദിവസത്തേക്കുള്ള മെട്രോ കാർഡ് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഡേ ഫുൾ മെട്രോയിൽ ട്രാവൽ ചെയ്യാൻ പറ്റും. അങ്ങനെ ഉപയോഗിക്കാം. ശരിയാണ്. ഇനി ഞങ്ങൾ ഈ കാർഡ് ഉപയോഗിക്കുന്നില്ലല്ലോ, അപ്പോൾ ഇത് വേറെ ആർക്കെങ്കിലും കൊടുക്കാൻ പറ്റില്ലേ എന്നാണ് ഞങ്ങൾ ആലോചിക്കുന്നത്. അപ്പോൾ അവിടുന്ന് നേരെ ഞങ്ങൾ പോകുന്നത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം മുട്ടയപ്പത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ്. ഈ മുട്ടയപ്പം ഞാൻ ആദ്യമായിട്ട് കഴിക്കുന്നത് ഇങ്ങോട്ടേക്ക് വന്നതിന് ശേഷമാണ്. ആദ്യമൊന്നും ഇതിൻ്റെ ടേസ്റ്റ് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും പിന്നെ എനിക്കിത് ഒരുപാട് ഇഷ്ടമായി. അപ്പോൾ ഇതാണ് മുട്ടയപ്പം. ഇത് കണ്ണൂരിലെ ഫേമസ് ആയ ഫുഡാണെന്ന് തോന്നുന്നു. ഞാൻ യൂട്യൂബിലൊക്കെ നോക്കിയപ്പോൾ അങ്ങനെയാണ് കണ്ടത്. അപ്പോൾ ഇവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ റൂമിലേക്കാണ് പോയത്. നാളെ അനുവേട്ടന് വർക്കിംഗ് ഡേ ആയതുകൊണ്ട് വേറെ പ്ലാൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. നേരത്തെ ഉറങ്ങണം. എന്നും കഴിക്കുന്നില്ല.